കായിക വിദ്യാഭ്യാസ വികസനത്തിനായി വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരം ശക്തമാക്കാൻ കായിക അധ്യാപകരുടെ സംഘടന. ശമ്പള വർധന ഉൾപ്പെടെ 20-ലധികം ആവശ്യങ്ങളാണ് കായിക അധ്യാപകർ മുന്നോട്ട് വയ്ക്കുന്നത്. സമരം ശക്തമായാൽ സ്കൂൾ കായികമേള നടത്തിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 5463 സ്കൂളുകളിലായി 1869 കായികാധ്യാപകരാണ് ഉള്ളത്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 500 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഇപ്പോൾ. ഇത് 300-1 മാറ്റണമെന്ന് സംഘടനയുടെ ആവശ്യം. സർവശിക്ഷ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ കായികാധ്യാപകരെ നിയമിക്കണമെന്നും സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു. അശാസ്ത്രീയമായ നിയമന മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് മറ്റൊരു പ്രധാന ആവശ്യം. 6 വിഭാഗങ്ങളിലായി ഏകദേശം 700 മത്സരങ്ങൾ നടത്തി തീർക്കേണ്ടതുണ്ട്. ഇതിലെ സീനിയർ ജൂനിയർ വിഭാഗം മത്സരാർത്ഥികളെല്ലാം തന്നെ ഹയർ സെക്കൻഡറികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. എന്നാൽ ഈ ഹയർ സെക്കൻഡറികൾക്ക് ഒരു കായികാധ്യാപകൻ്റെ സേവനമോ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയോ ലഭ്യമാക്കിയിട്ടില്ല. ഈ കുട്ടികളുടെ കൂടെ ജോലിഭാരം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കാലം മുന്നോട്ട് വന്നത് കായികാധ്യാപകർ തന്നെയാണ്. ആവശ്യങ്ങൾ ഉന്നയിച്ച കായികാധ്യാപകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സൂംബ ഡാൻസ് കളിച്ചായിരുന്നു പ്രതിഷേധത്തിന്റെ തുടക്കം. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കായികമേളയുടെ നടത്തിപ്പ് പോലും പ്രതിസന്ധിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. ഡിസംബർ മാസത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേള പൂർത്തിയാക്കണം. നിലവിൽ സബ് ജില്ലാ കായികമേളകൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.